ഇവിടുത്തെ ടെലിഫോൺ. ഇവിടുത്തെ നിഗൂഢതയും ഇരുട്ടും പ്രേതങ്ങളെയും ഒന്നുമല്ല സഹിക്കാൻ പറ്റാത്ത ഫുൾ ഒരു കഞ്ചാവ്. ബെസ്റ്റ് ഉറങ്ങാതിരിക്കാൻ ബെസ്റ്റ് ആണ്. നമ്മളിന്ന് ലണ്ടനിലേക്കാണ് പോകുന്നത്. കോവൻട്രിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ നമുക്ക് 2 റൂട്ട് പോകാൻ പറ്റും. ഒന്ന് M1 ഒന്ന് M45. M എന്ന് പറഞ്ഞാൽ മോട്ടോർ വേ ആണ്. അപ്പം നമ്മളിന്ന് പോകുന്ന M1 നമ്മൾ ലണ്ടനിലേക്ക് പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രൂപപ്പെടുത്തുകയും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ടണലാണ്. ഇപ്പോൾ നമ്മൾ M25 M1 നിന്ന് മാറി M25 വന്നു. അപ്പോൾ ലണ്ടനിനോട് അടുക്കും തോറും നമ്മളിങ്ങനെ 2 ടണലുണ്ട്. അപ്പോൾ ആ ടണൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ലണ്ടൻ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. അപ്പോൾ ലണ്ടനിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല മൂടിയായിട്ടുള്ള ക്ലൈമറ്റാണ് ഇന്ന്. ഇപ്പോൾ ടൈം ഏകദേശം 3:30 ഒക്കെ ആയിട്ടുള്ളൂ. ബട്ട് ഭയങ്കര ക്ലൗഡിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ കാറ് പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ബോട്ട് യാർഡിലേക്കാണ് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ആ കാണുന്ന ബിൽഡിങ്ങിനടുത്തേക്ക് പോകണം. അവിടെ അടുത്താണ് ടവർ ബ്രിഡ്ജ്. അങ്ങോട്ട് നടക്കാം. ഇപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് നടക്കുന്ന വഴിയാണിത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ. ഇത് ഇവിടുത്തെ ടെലിഫോൺ ബൂത്താണ്. സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ ഇത് യൂസ് ചെയ്യാറുണ്ട്, വർക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ബോക്സ്. നമുക്ക് നടന്ന് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അതിനപ്പുറം പോയി കഴിഞ്ഞാലാണ് ടവർ ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ആസ് യൂഷ്വൽ ടവർ ബ്രിഡ്ജിൽ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ടവർ ബ്രിഡ്ജിൽ. ബ്രിഡ്ജിൽ നിന്നുള്ളൊരു കിടിലൻ വ്യൂ ആണ്. റിവറൊക്കെ എൻജോയ് ചെയ്ത് സൂപ്പറായിട്ട് നിൽക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഇത് കഴിഞ്ഞ് ടവർ ബ്രിഡ്ജൊക്കെ എൻജോയ് ചെയ്തിട്ട് അടുത്ത ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൻ്റെ അടുത്തേക്ക് പോകാം. ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷനാണ്, വലിയ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് നേരെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ട് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ക്രിസ്മസ് ന്യൂ ഇയറും ആയതുകൊണ്ട് ഫുള്ള് റഷാണ് ലണ്ടൻ.
എന്താ ഭംഗി, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും കളർഫുള്ളാണ്. ക്രിസ്മസ് മാർക്കറ്റിൽ ഫുള്ള് ഗിഫ്റ്റ്, ക്യാൻഡീസ് എല്ലാം, ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് പുറത്തുനിന്നേക്കാളും, എന്നാലും നല്ല രസമാണ് ഇവിടെ. നല്ല രസമായിട്ട് ഇങ്ങനെ ക്യാൻഡീസൊക്കെ കണ്ട് ഇങ്ങനെ ഷോപ്പൊക്കെ കണ്ട് നടക്കാനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാം. വേറൊരു ആംഗിള്, ടവർ ബ്രിഡ്ജിൻ്റെ വേറൊരു ആംഗിളാണിത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഈ ഫുഡ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. കേക്ക്, വേറെ ഫുഡ് ഐറ്റംസ്, ചോക്ലേറ്റ്, ക്യാൻഡീസ് എല്ലാം ഉണ്ട്. ഇവിടെയാണെങ്കിൽ നാട്ടിലൊരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ പോലത്തെ തിരക്കാണ്. ഇതിനിടയ്ക്കാണെങ്കിൽ അവളെ കാണുന്നുമില്ല. അവസാനം അവളെ കണ്ടു കിട്ടി. ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. ക്രിസ്മസ് ലൈറ്റ്സും ഡെക്കറേഷൻസ് എല്ലാം കണ്ട് ചോക്ലേറ്റ്സിൻ്റെ ഫ്രണ്ടിലുണ്ടായി. അങ്ങനെ അതിലെ നടന്നു പോകുമ്പോഴാണ് ഒരു വെറൈറ്റി സ്റ്റാർ കണ്ടത്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും സ്റ്റാർ, കുറേ ലെഗ്സ് ഉണ്ട് അതിന്. പിന്നെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നു. നാട്ടിലെ ഒരു ഉത്സവപ്പറമ്പ് പോലെയുണ്ട്, ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഇതിലെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കണ്ടു. അപ്പം ഒരാൾക്കാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കണം. ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണോ? അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിൽ ഫുള്ള് ഫ്രിഡ്ജ് മാഗ്നറ്റ് തപ്പിലാണ്. ഇത്രയും ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടായിട്ടും ഇവിടെ ഒരു മാഗ്നറ്റ് പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. നല്ല രസമുള്ളൊരു ഗ്ലാസ്, പള്ളിയിലെ കാസ പോലെയുണ്ട്. കാസയാണോ വൈൻ ഗ്ലാസ് ആണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല അടിപൊളി ഡിസൈൻ. ഇത് അടിപൊളിയല്ലേ? ടെലിഫോൺ. ലണ്ടനിൽ തന്നെ നമ്മൾ നേരിട്ട് കാണുന്ന എല്ലാത്തിൻ്റെയും ടോയ്സ് ഈ ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഊബറിൻ്റെ ബോട്ട് സർവീസ് ഉണ്ടോ? ഇതാ ബോട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനും റിവറിലേക്ക് ഇറക്കാനും ഉള്ള സെറ്റപ്പ്. ഇതിനകത്ത് വെള്ളം കയറ്റിയിട്ട് ബോട്ടിൻ്റെ അകത്തേക്ക് കയറ്റും, എന്നിട്ട് ഇപ്പുറത്തേക്ക് കടത്തും. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും. അപ്പോൾ അവിടുത്തെ വെള്ളം, ഈ ആറ്റിലെ വെള്ളം പോകത്തില്ല, ആ ഡോക്കിലെ വെള്ളം പറ്റിപ്പോകത്തില്ല. അങ്ങനെയാണ് ഇവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിനോട് ബൈ ബൈ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. ഇത് അടിപൊളിയാട്ടോ, ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് ലണ്ടൻ ഐയുടെ സൈഡിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ലണ്ടൻ ഐയുടെ അടുത്തെത്തി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി ലണ്ടൻ ഐ ക്ലോസ്ഡ് ആയിരുന്നു. എനിവേ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളത് എൻജോയ് ചെയ്തു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായി. ആകെ ഓപ്പൺ ആയിട്ടുള്ളത് ഫുഡ് സ്റ്റോൾ മാത്രമായിരുന്നു. പണ്ട് നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ ബുക്കിലൊക്കെ കാണുന്ന ആ പിക്ചറിൻ്റെ റിയൽ ഫീലിംഗ് ഇപ്പോഴാണ് നേരിട്ട് ലണ്ടൻ ബ്രിഡ്ജ് കാണുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ലണ്ടൻ ഐയോടും ബൈ ബൈ പറഞ്ഞ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ലണ്ടൻ ഐയുടെ നേരെ ഓപ്പോസിറ്റുള്ള പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് കാർ പാർക്ക്. വാട്ടർലൂ കാർ പാർക്ക് എന്ന് സെർച്ച് ചെയ്താൽ ലണ്ടൻ ഐയിലേക്ക് പോകാനുള്ള കാർ പാർക്ക് കിട്ടും. ഇതാണ് ലണ്ടൻ ഐയുടെ അടുത്തുള്ള കാർ പാർക്ക്. ഞങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ലേക്ക് സ്ട്രീറ്റ് ആർച്ചസ്. ഫുള്ളൊരു ബാഡ് ഫീലിംഗ് ആണ്. ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ട് കഞ്ചാവിൻ്റെ സ്മെല്ലാണ് ഈ ഏരിയ മൊത്തം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു.
വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടാലേതോ പ്രേതാലയം പോലെയാണ്. ഭയങ്കര ഡാർക്ക് കൂട്ടത്തക്കൾ നിറഞ്ഞ സ്ഥലം. ഇതിന് മുമ്പ് പാർക്ക് ചെയ്ത സ്ഥലം നല്ല അടിപൊളി പാർക്കിംഗ് ആയിരുന്നു. ഇത് ഭയങ്കര ഡേർട്ടിയാണ്, ഡേർട്ടി. ഇവിടുത്തെ നിഗൂഢതയും ഇരുട്ടും പ്രേതങ്ങളെയും ഒന്നുമല്ല സഹിക്കാൻ പറ്റാത്തത്, ഇവിടുത്തെ സ്മെല്ലാണ് സഹിക്കാൻ പറ്റാത്തത്. ജ്യൂസ്, എനർജി ജ്യൂസ് കുടിക്കാണ് ബെസ്റ്റ്, ഉറങ്ങാതിരിക്കാൻ ബെസ്റ്റ് സാധനം. ഇപ്പം നമ്മൾ റീജൻറ്റ് സ്ട്രീറ്റിലാണ്. ഇവിടെയാണ് ഈ ലൈറ്റ് കൊണ്ടുള്ള എല്ലാ ഡെക്കറേഷൻസും ഉള്ള, കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെയാണ് ഫുള്ള് ട്രാഫിക്കും പിന്നെ ഫോട്ടോ വീഡിയോ റീലൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാട്ടോ. ലൈറ്റും ബിൽഡിങ്ങുകളെല്ലാം കാണാൻ നല്ല രസമുണ്ടല്ലേ. കണ്ടോ, ബസ് വരെ ക്രിസ്മസ് ലൈറ്റ്സ് എന്ന എഴുതിയാണ് ആൾക്കാരെ കാണിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് റീജൻറ്റ് സ്ട്രീറ്റിലെ ക്രിസ്മസ് ലൈറ്റ്സ്. ഈ സ്ട്രീറ്റ് ഫുള്ള് ലൈറ്റ്സാണ്. അങ്ങനെ റീജൻറ്റ് സ്ട്രീറ്റിലൂടെ കാർ പാർക്കിംഗ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞങ്ങൾ അതിനടുത്തുള്ള ഈ സ്ട്രീറ്റിലേക്ക് എത്തിയത്. ഇവിടെയാണ് ഫുള്ള് ലക്ഷറി ബ്രാൻഡുകളുടെ ഏരിയയാണ്. ഫുള്ള് ലൈറ്റ്സ്, നല്ല ഭംഗി, ഒരു ഫാൻറ്റസി വേൾഡ് പോലെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായി. കാണാനാണ് അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.